ഹലോ 24 അവേഴ്സ് മുരുകേശൻ. എൻ്റെ പൊന്ന് ചേട്ടാ, ഒരു വാടക വീടാകുമ്പോൾ വെള്ളം ഇന്ന് വരും നാളെ പോവും. അതുപോലെയാണോ ഈ ചേട്ടൻ ഈ പറഞ്ഞ തെറിയൊക്കെ? ഷോ, എന്തൊരു തെറിയായിരുന്നു. ഹോ, ചെവിക്ക് നാണം തോന്നിയിട്ടുണ്ടാവും. ചേട്ടാ, 24 മണിക്കൂറും വെള്ളം ഉണ്ടാകുമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഏത് ദിവസത്തെ 24 മണിക്കൂറെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തൽക്കാലം ചേട്ടൻ അടുത്ത വീട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കടം വാങ്ങിക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ സോപ്പ് തേച്ച് അവിടെ നിൽക്ക്. ഒരു ബക്കറ്റ് വെള്ളവുമായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ? ഒരു വാടക വീട് കണ്ടുപിടിച്ചതും പോരാ, പിന്നെ അതിന് കുറ്റവും കുറവും. നക്കാപ്പറ്റ കമ്മീഷനാണ് നമുക്ക് ഈ ഇടപാടിൽ കിട്ടുന്നത്. ഹലോ 24 അവേഴ്സ് മുരുകേശൻ. ആ, സാറാണോ? സാറിപ്പോൾ എവിടെയുണ്ട്? ആ, ഞാൻ അങ്ങോട്ട് വരാം. ഏയ്, അതൊന്നും വേണ്ട സാറേ, പർച്ചേസിംഗ് ലോൺ സംഘടിപ്പിക്കാം. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? സാറിന് 24 അവേഴ്സിന് വിശ്വാസമില്ലേ? എല്ലാം ഞാൻ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിലെ ദിവാരൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെ കണ്ട പോലെ കണ്ട ഒന്നല്ല 10 വീട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ആ, ഓക്കെ സാർ. ആ, ഞാൻ അങ്ങോട്ട് വരാം. ആ, ആരിത് വേണോ? എന്തായി എൻ്റെ കാര്യമൊക്കെ? വീട് പണി ഏതുവരെയായി? ഓ, പ്ലാൻ ഇന്ന് കൈ കിട്ടും. ഇതുവരെ പ്ലാൻ പോലും വരച്ച് കഴിഞ്ഞില്ലേ? മാസം 2-3 ആയല്ലോ. എന്ത് ചെയ്യാനാ, അയാൾക്ക് എപ്പോഴും തിരക്കാ. 10-30 നിലകളുള്ള ഫ്ലാറ്റിൻ്റെ പ്ലാനൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഈ തുക്കട വീടിൻ്റെ പ്ലാൻ വരക്കാൻ നിൽക്കുമോ? ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ മുമ്പ് പറഞ്ഞതേ, ഈ വേണുവിനെ വീട് കെട്ടാനുള്ള പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചെന്നതാ. സ്ഥലം വാങ്ങി ലോൺ എടുത്ത് വീട് കെട്ടി അതിൻ്റെ പാല് കാച്ചിൽ വരെ നടത്താമെന്ന് ഞാൻ പറഞ്ഞതാ. കേട്ടില്ല? വേണുവിന്റെ ഭാഗ്യം. അതല്ലെങ്കിൽ വേണുവിന്റെ ചെലവ് കെട്ടിയ മുരുകേശന്റെ വീട്ടിന്റെ പാല് കാച്ചൽ ഞങ്ങൾ കാണേണ്ടി വന്നേനെ. ചേട്ടത്തരം പറഞ്ഞാണല്ലോ. പോട്ടാ മുരുകേശ, അവനൊരു തമാശ പറഞ്ഞല്ലേ? അവൻ്റെ ഒരു തമാശ. ഞാനൊരുത്തൻ്റെ കയ്യിൽ നിന്ന് 10 പൈസ സർവീസ് ചാർജ് വാങ്ങിയിട്ടുണ്ടെങ്കിലേ അതിന് മാത്രം കഷ്ടപ്പെട്ടിട്ടാ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ടതായി എനിക്കില്ല. എന്നെങ്കിലും നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരും. അന്ന് ഈ മുരുകേശൻ്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. എല്ലാത്തിനും കൊണ്ട് ഞാൻ മൂക്കൊണ്ട് തമിഴിലും കന്നഡയിലും അമ്മ എന്ന് എഴുതിക്കും. നോക്കിക്കോ വേണുവേ, അവർ പലതും പറയും. നിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുക്കണോ? തൽക്കാലം ഞാൻ തന്നെ ചെയ്തോളാം. ഗൾഫ് കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ. അത് കണ്ട കാക്കക്കും കഴിയാനും കൊടുക്കാൻ മാത്രമൊന്നും എൻ്റെ കയ്യിലൊന്നുമില്ല. ഒരു നല്ല കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ കാക്കയും കഴുകുനായി. കൊള്ളാം. വിനാശകാലേ വിപരീത ബുദ്ധി. സാറേ. ആ, വേണുവോ? വരൂ വരൂ, ഇരിക്കൂ. ചായയോ കാപ്പിയോ ഏതെങ്കിലും തരണമെന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് കിട്ടില്ല. എനിക്ക് വേണമെന്നില്ല സാർ. ഗുഡ്. പ്ലാൻ തയ്യാറാക്കാൻ വൈകിയതിൽ മിസ്റ്റർ വേണുവിന് എന്നോട് നീരസമുണ്ടെന്ന് എനിക്കറിയാം. ഏയ്, അങ്ങനൊന്നുമില്ല സാർ. യെസ്, അതും എനിക്കറിയാം. എന്നെപ്പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ തിരക്ക് നിങ്ങൾക്കൊന്നും അറിയാതിരിക്കില്ലല്ലോ. പിന്നെ എന്നെ തന്നെ പുകഴ്ത്തുവാണെന്ന് കരുതരുത്. എനിക്കത് ഇഷ്ടമല്ല. ഈ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കുന്നതിൽ ഞാനൊരു സിംഹമാണെന്നാണ് എൻ്റെ സഹപ്രവർത്തകരും അഭ്യുതകാംക്ഷികളും പറയുന്നത്. അതായിക്കോട്ടെ, വരച്ച പ്ലാനൊന്ന് കിട്ടിയിരുന്നേ പോവായിരുന്നു. പക്ഷെ വേണുവിന് എന്നോട് ദേഷ്യമോ നീരസമോ ഒക്കെ തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, ഗുഡ്. 2-3 മാസമായി കൊടുത്തിട്ട്. പിന്നെ സാധനം തരാതെ വായിൽ കമ്പിട്ടിളക്കാം. ദേഷ്യം വരാതെ ഒന്ന് തരാവേണ്ടത്. ആ, മിസ്റ്റർ വേണു എന്തെങ്കിലും പറഞ്ഞോ? ഞാനെന്ത് പറയാനാ? വെരി ഗുഡ്. എനിക്ക് തോന്നിയതായിരിക്കാം. ഐശ്വര്യമായി 2 കൈ കൊണ്ട് വാങ്ങിച്ചോളൂ. ശരി സാർ. പറഞ്ഞ അത്രയുണ്ട്, എണ്ണി നോക്കിക്കോളൂ. നോ നോ നോ, വേണുവിന് എനിക്ക് പൂർണ്ണ വിശ്വാസമാ. എന്നാ ഞാനങ്ങോട്ട്. ഓ, ഓക്കെ, ശരി. വീടിന്റെ പ്ലാൻ കാണിച്ചപ്പോ എല്ലാവരുടെയും മുഖം പോയൊരു പോക്കേ. അത് പിന്നെ എങ്ങനെയാ? കറവപ്പശു തൊഴുത്തുമാറല്ലേ? ഇങ്ങനൊരു കൂട്ടര്. നീ ആരെ പറ്റിയാ ഈ പറയുന്നേ? വേറെ ആരെ പറ്റിയല്ല, നിങ്ങൾ അമ്മയും പെങ്ങന്മാരും അനുജത്തിമാരെയൊക്കെ തന്നെ. നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഒരു എഴുതാപ്പുറം അല്ല,
ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയൊന്നല്ലോ. ഇത്രയും നാളും ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചൊക്കെ അമ്മയും അനുജനും അനുജത്തിയും മറ്റുള്ളവരൊക്കെ വെട്ടി ഒഴുങ്ങിയായിരുന്നില്ലേ? അതൊക്കെ എൻ്റെ ഒരു കടമയല്ലേ ഗിരിജേ? ഓ, ഒരു കടമയൊക്കെ മതി. ഇനി കുറച്ച് സ്വന്തം കാര്യം നോക്ക്. മക്കളൊക്കെ വലുതായി. അത് തന്നെയല്ലേ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ആ ചെയ്യണ കാര്യം ഇവിടെ ആർക്കും ഇഷ്ടായില്ല എന്നേ പറഞ്ഞുള്ളൂ. ഇതൊക്കെ നിന്റെ ഒരു തോന്നലാ. തോന്നല് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അമ്മയുടെ കാലം കഴിയണവരെ കൊത്തിപ്പിരിയാണ്ട് എല്ലാവർക്കും ഒരുമിച്ച് കഴിഞ്ഞൂടെ എന്നൊരു പറച്ചിലൊക്കെ ഉണ്ട്. ദേ മനുഷ്യ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കൊത്തിപ്പിരിയേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ അവസാനം ദുഃഖിക്കേണ്ടി വരും. എന്തേലും ചെയ്യാം. ഉം. എന്തായാലും വീട് പണിയെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടില്ലേ? അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മാറില്ലേ? അതും ഇതും പറഞ്ഞ് സമയം കളയാതെ നീ കിടന്നുറങ്ങാൻ നോക്കി ഗിരിജേ. പിന്നെ ആ മീനാക്ഷി ചോദിച്ചു നിങ്ങളിനി ഗൾഫ് പോകുന്നില്ലേന്ന്. വന്നിട്ട് 2-3 മാസം ആയല്ലോ. ഞാൻ പറഞ്ഞു വീട് പണി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂന്ന്. അല്ല, ഇനി ഇത്ര വൈകി തിരിച്ചു തന്ന അവിടെ പണിയുണ്ടാവോ? ഈ കമ്പനിയിൽ ഇനി എന്തായാലും നോക്കണ്ട. 2-3 പേരോട് പുതിയ വിസ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാവും. ഇനി ശരിയായില്ലെങ്കിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളാ നിങ്ങള്. എന്റെ മാടായിക്കാവിൽ അമ്മേ കാത്തോളണേ. വരച്ചത് അജയ് ദേവ് ആണല്ലേ? അതെ. നന്നായിട്ടുണ്ട്. ആളും എടുക്കനാ. പണത്തിനോട് കുറച്ച് ആർത്തി ഉണ്ടെന്നേ ഉള്ളൂ. സ്വന്തം അനിയൻ മരിച്ചപ്പോ അയാളുടെ ഭാര്യയും മക്കളെയും പുകച്ച് പുറത്തേ അടിച്ചിട്ട് സ്വത്ത് സ്വന്തമാക്കിയവനാ. എന്ത് കരുതി ആള് നല്ലവനാട്ടോ. ഹലോ, ഞാൻ തന്നെയാ. ഓക്കെ രാത്രി സേവിയറിൻ്റെ ഓഫീസിൽ കാണാം. ഓക്കേടാ, ശരി. നമ്മളെവിടെ പറഞ്ഞിരുതേ? അത് പോട്ടെ. ആധാരം, അടിയാധാരം, ഇതിൻ്റെയൊക്കെ കോപ്പി ഉണ്ടല്ലോ അല്ലേ? കുടിക്കട സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, നികുതി റെസിറ്റ്, ഇതൊക്കെ വേണം. എല്ലാ അതിലും ഉണ്ട് സർ. അപ്പം തന്നെ രണ്ടും കൽപ്പിച്ചിട്ടാണല്ലേ? മനസ്സിലായില്ല സർ. ഇതിൽ മനസ്സിലാക്കാനൊന്നുമില്ലടോ. ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അത് തന്നെ കാര്യം. സാർ ഉദ്ദേശിക്കുന്നത്? തനിക്ക് മനസ്സിലായില്ലെങ്കിൽ വിട്, താനേ മനസ്സിലായിക്കൊള്ളും. പിന്നെ താനേത് വില്ലേജിലാ? കോതപ്പറമ്പ്. താൻ ഇവിടുത്തെ സ്ഥിരം താമസക്കാരനാണ് എന്നതിനും വേണു എന്നു പേരുള്ള താൻ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രവും വേണം. അതല്ല സർ, ഈ വേണു എന്ന് പറയുന്ന അത് ഞാൻ തന്നെയാണല്ലോ. അതിപ്പോ തെളിയിക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ അച്ഛനമ്മക്കും നാട്ടുകാർക്കൊക്കെ ഇക്കാര്യം അറിയാം. അവർക്കൊക്കെ അറിഞ്ഞിട്ട് എന്താടോ കാര്യം? നാട്ടുകാരും അച്ഛനും അമ്മയും ഇവരൊന്നുമല്ല. ഒരു വില്ലേജ് ഓഫീസർ പറഞ്ഞാലേ സത്യമാവുള്ളൂ. പിന്നെ താൻ വീട് പണിയാൻ പോകുന്ന പ്ലോട്ടിന്റെ മുൻവശത്തുള്ള റോഡ് ടാറിട്ടതാണോ ഇടാത്താണോ? മേപ്പടി റോഡിന്റെ തൊട്ടടുത്തുള്ള വളവിൽ നിന്ന് പ്ലോട്ട് എത്ര മീറ്റർ അകലെയാണ്? വീട് പണിയാൻ പോകുന്ന പ്ലോട്ടിന്റെ പരിസരത്ത് സ്ത്രീകൾ കൂടുതലുള്ള ഏരിയ ആണോ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. ഒരു ചെറിയ വീടിന്റെ പ്ലാൻ അപ്രൂവൽ ആക്കാൻ ഇതൊക്കെ വേണോ സാറേ? ചില സർക്കാർ നടപടിക്രമങ്ങളൊക്കെ വളരെ കടുകട്ടിയാ. അത് ലഘൂകരിക്കാനാണ് നേരത്തെ ഞാൻ പറഞ്ഞ പാലിടുന്ന കാര്യം. കാര്യങ്ങളൊക്കെ തനിക്ക് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും താൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. സാർ, അത് ഞാൻ പൊക്കോ. കോതപ്പറമ്പ് ചിറ്റാരിക്കൽ വീട്ടിൽ വേണു വീട് പണി ദോഷപരിഹാരത്തിനായി 3 വെടി. കാലക്കിട്ടുണ്ട്. തനിക്ക് വീട്ടിൽ അമ്മയും പെങ്ങന്മാരുന്നില്ലേടോ? ഇയാള് തെറ്റിദ്ധരിച്ചിക്കണം. ഞാൻ ഈ വേണുക്കുട്ടൻ കഴിപ്പിച്ച വെടി വഴിപാടിന്റെ കാര്യ പറഞ്ഞിരിക്കണേ. എന്താ വെടി, എന്താ ഒച്ച. അയ്യോ സോറി കേട്ടോ. സാരില്ലോട്ടോ, എനിക്ക് ഇതൊക്കെ പതിവുള്ളതാ. ഇന്ന് ഇയാളുടേതായിന്ന് മാത്രം. വേണുവേ, വേളി മോശമില്ല കേട്ടോ. ഇക്കാലത്തെ പെണ്ണുങ്ങളൊക്കെ എല്ലാത്തിനും ദ്വയാർത്ഥം കണ്ടെത്തണം. സൂക്ഷിക്കണം.
ശിവ ശിവ. എന്താ പെട്ടെന്ന് വാ. ആ വേണോ പ്ലാൻ അപ്രൂവൽ ആക്കാൻ കൊടുത്തു അല്ലേ? അത് താനെങ്ങനെ അറിഞ്ഞു? പരമശിവൻ അറിയാതെ മരണമില്ല എന്നല്ലേ? ഈ മാതിരി കാര്യമൊക്കെ ഞാൻ അറിയും വേണു. 2 ആഴ്ച ഞാൻ എൻ്റെ പിറകിൽ നടക്കണം. എനിക്ക് മതിയായി തുടങ്ങി. ഇതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാ. ഇപ്പോഴും വൈകിട്ടില്ല. ഇനി ഏതായാലും അതും കൂടെ ഒന്ന് നോക്കാം. മുരുകേശൻ പറ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതാണ് ബുദ്ധി. ഇനി വേണു ഒന്നും ചെയ്യണ്ട, എല്ലാം ഈ 24 hours മുരുകേശൻ ഏറ്റു. ഞാനൊന്ന് തൊഴുതിട്ട് വരാം. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങാം. ഒന്നും വെച്ച് താമസിപ്പിക്കണ്ട. ഒരു 5 മിനിറ്റ്. ശരി. അമ്മേ ഭഗവതി, നിന്റെ ഓരോ ലീലാവിലാസങ്ങളെ. I can't believe it, Babu. Because I know he's a perfect gentleman. I think this is a big trap. Sharp 8:30. Okay, yes. See at Pearl Restaurant. That's good. No, man. Only vodka and 7-Up. Okay, bye. Sorry. നിങ്ങളെ പേര് എന്താ പറഞ്ഞത്? വേണു. മിസ്റ്റർ വേണു, നാണ് ഒരു ഓപ്പൺ ടൈപ്പാണ്. മുരുകേശന് അത് അറിയാം. റിട്ടയർ ആവാണെങ്കിൽ 3-4 മാസമേ ഉള്ളൂ. അതിനിടയിൽ ഈ ലോണ് കീണുകയുള്ള വലിയ ചൊറ. അയ്യോ അങ്ങനെ പറയല്ലേ സാറേ. നാണ് എല്ലാം പറയട്ടിടോ. നാണ് അപ്പോൾ എന്താ പറഞ്ഞത്? ഈ ലോണ് കീണുകയുള്ള വലിയ ചൊറ പുളിവാളാണ്. പുളിവാളി നാണ് പിടിക്കാം. അതിന് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാ എന്നാലും നാണ് എളുപ്പാക്കാം. സംഗതിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മുരുകേശന് പറയും. എല്ലാം നിനക്ക് ഓക്കെ എങ്കിൽ വിത്തിൻ 1 week ലോണ് നാണ് റെഡിയാക്കാമെന്ന്. പിന്നെ എല്ലാ ഡീലിങ്സും മുരുകേശനായിട്ട് മതി. മനസ്സിലായ? വേറെ ഒന്നുമല്ല. നിനക്ക് നാളെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് ബുദ്ധി വന്നാലേ നീ നമ്മക്കിട്ട് പണി തന്നാലേ നമ്മളുള്ളിലാവില്ലേടോ. വെറുതെ പൈസ കൊടുത്തിട്ട് കരിക്കുന്ന നായനെ മേടിക്കണമാണ്. എന്നാ സാറേ ഞങ്ങൾ ഇറങ്ങട്ടെ, വൈകിട്ട് ക്ലബ്ബിൽ വെച്ച് കാണാം. ഓ റൈറ്റ്. ശരി സാർ. ഓക്കെ. ഹലോ, പറഞ്ഞോ. എന്താ? ലോണൊക്കെ ശരിയായി, പണം കൈകിട്ടില്ല. 100% ഉറപ്പല്ലേ? പിന്നല്ലാതെ. എന്നാ ശരി, ഒഴിവിട്ടെ എന്നിട്ട് ഞാൻ വരാം. ഓക്കെ. ചെയ്യും ഇവനോട് ചോദിക്കാം. മോനെ ഒന്ന് നിന്നടാ. ഈ മേശ്രീ സുബ്രഹ്മണ്യൻ്റെ വീട് ഏതാ? അതവിടെ. പെങ്ങളെ ഇതെന്തിനാ കരയുന്നേ? മാണിക്കക്കല്ലിലെ സരളയുടെ സങ്കടം വായിച്ചപ്പോൾ കരഞ്ഞു പോയതാ. വലിയ കഷ്ടാ അവളുടെ കാര്യം. പാവം, വായിച്ച ആരായാലും കരഞ്ഞു പോവും. ശരിയാ. ഈ മേശ്രീ സുബ്രഹ്മണ്യൻ്റെ വീട് ഇതല്ലേ? ഇതന്നെയാ, ഞാനങ്ങേരുടെ ഭാര്യയാ. ഞാനൊരു വീട് പണിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. 1-2 പരിചയക്കാർ പറഞ്ഞിട്ട് അന്വേഷിച്ചു വരുവാ. ഞാൻ ആ സുബ്രഹ്മണ്യൻ്റെ 2-3 പണിസ്ഥലത്ത് പോയി നോക്കി, അവിടെ എങ്ങും ആളില്ല. കടിക്കാട്ടെ മൊയ്ത് ഹാജിയുടെ വീട്ടിൽ പോയോ? അംബേദ്കർ കോളനിയിലും പുതുശ്ശേരിയിലെ ബാലമാഷ വീട്ടിലും പോയി നോക്കി, കണ്ടില്ല. എന്റെ അറിവിലും ഇപ്പോഴാ 3 സ്ഥലത്തേ പണിയുള്ളൂ. ഒരു കാര്യം ചെയ്യേ, കയ്യിൽ ഫോണില്ലേ? ഈ നമ്പർ ഒന്ന് കുത്തി നോക്കി. പറ. 99 48 64 74 94. ഓ, എന്നാലിനി ഒന്നും നോക്കണ്ട, നേരെ ടൗണിൽ ബീവറേജിന്റെ പരിസരത്ത് പോയി നോക്ക്, അവിടെ കാണും. അവിടെ പണിയുണ്ടോ? അവിടെ പണിയല്ല, പണിയെടുത്ത കാശ് കൊടുക്കാൻ പോയതാ. ഓ മനസ്സിലായി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം,
ഈ വരിയിൽ നിൽക്കാൻ എന്തു സുഖം. ചേട്ടാ ഈ തറപ്പിനെടുക്കുന്ന സുബ്രഹ്മണ്യൻ ഇവിടെ എങ്ങനെ ഉണ്ടോ? ഈ തറ സുബ്രഹ്മണ്യൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ അന്വേഷിച്ച് വന്നിരിക്കുന്നു. തറ നിന്റെ അപ്പൻ. തറയുടെയും സുബ്രഹ്മണ്യന്റെ ഇടയ്ക്ക് ഒരു പണി വിട്ടുപോയതല്ലോടോ. എന്താണോ താനെങ്കിലും ചൂടാവുന്നത്? എന്റെ അമ്മോ. എന്താടോ ഞാനാ സുബ്രഹ്മണ്യൻ. ഒരു വീട് പണിയുടെ കാര്യം പറയാൻ വന്നതാ. പണിയുടെ കാര്യം പറയുന്നത് കള്ള് മേടിക്കാൻ വന്നെടുത്താണോ? അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ശരി. ഇനി പറ, എന്താ തന്റെ പ്രശ്നം? വീട് പണിക്കുള്ള ലോൺ ശരിയായിട്ടുണ്ട്. ആയിക്കോട്ടെ, താൻ വാങ്ങിച്ചോ? ഇല്ലില്ല, അതിനല്ല. ഈ തറ കെട്ടാനേ സുബ്രഹ്മണ്യം കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ എന്നാ നാട്ടുകാർ പറയുന്നേക്കുന്നത്. കേട്ടൊക്കെ ശരി തന്നെയാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് തുപ്പിക്കളഞ്ഞ പണികളെ മറ്റുള്ളവർക്ക് കിട്ടാറുള്ളൂ. അത് പോട്ടെ, ഏത് മാസം തുടങ്ങാനാ ഉദ്ദേശം? ഈ മാസം തന്നെ തുടങ്ങിയ എന്ന് താൻ തീരുമാനിച്ചാ മതിയോ? സുബ്രഹ്മണ്യം പണിയാണെങ്കിലേ സുബ്രഹ്മണ്യന്റെ ഒഴിവും തരവും നോക്കണം. ദാ ഇത് പിടിച്ചേ. ഒരു ഓഗസ്റ്റിൽ തുടങ്ങാം. ഓഗസ്റ്റിലേക്ക് ഒരു 4-5 മാസമില്ലേ? അപ്പോഴേ എനിക്ക് ഒഴിവുള്ളൂ. 4-5 സ്ഥലത്ത് പണിയെടുക്കുക. ഓഗസ്റ്റിലാണെങ്കിൽ നോക്കാം. അങ്ങനെ പറയരുത്. ഇതെന്തേലും ആയിട്ട് വേണം എനിക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ. അവിടെ ചെന്നാലേ ലോണ് തിരിച്ചെടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ആകെ പെട്ടുപോകും. സുബ്രഹ്മണ്യൻ എന്തേലും ചെയ്തേ പറ്റൂ. കുരിശായല്ലോ ഇത്. പിന്നെ ഒരു പണി ചെയ്യാം, ഗ്യാപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്ത് പണിയെടുക്കാം. റിസ്ക് ആണ്, കാശും കൂടും. എല്ലാം സുബ്രഹ്മണ്യൻ പറയുന്ന പോലെ. എന്നാ കൊടുത്താ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ. 2 പാക്കറ്റ് ബിസ്ക്കറ്റ്. എത്ര? 20 രൂപ. ആയിക്കോട്ടെ, എന്നാ ശരി. ഒരു പാക്കറ്റ് സിഗരറ്റ്. ഇതാര് വേണുവാ? എന്തുണ്ട് വീട്ടിൽ വിശേഷം? ഞാൻ പണിക്കാരെ അന്വേഷിച്ച് നാളെ തറപ്പണി തുടങ്ങാം. അതിന്റെ പരിപാടിയായിട്ട് അല്പം തിരക്കിലാ. അപ്പൊ പണിക്കാരൊക്കെ ശരിയായ? അതൊക്കെ ഒരു ഇത് ഒപ്പിച്ചു. അതല്ലേ ഇപ്പൊ ഏറ്റവും വലിയ കഷ്ടപ്പാട്. അക്കാര്യം ഒന്നും പറയേ വേണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രിനെ വേണമെങ്കിലേ നമ്മളെ വീട്ടിൽ ഒരു ദിവസം എത്തിക്കാം. പണിക്കാരെ കാര്യം ഉണ്ടല്ലോ, കഷ്ടം തന്നെ. അവരുടെയൊക്കെ ഓരോ കാലല്ലേ, ഇപ്പൊ എന്താ ചെയ്യാ. ഞാൻ പറട്ടെ. എന്തേ ഇതെന്താ സുബ്രഹ്മണ്യ? ഞാനും മറ്റുള്ളവരും കാലത്ത് മുതൽ കാത്തുക. 10 മണിക്കാണോ പണിക്ക് വരുന്നത്? വണ്ടി തിരിക്കടാ. ഇതെന്താണ്? ഇതെങ്ങോട്ട് വണ്ടി ഇരിക്കണെന്ന്? നേരം വൈകുന്നല്ലേ പറഞ്ഞേ. ഞങ്ങൾ ഇന്ന് പോയിട്ട് ഒരു ഗ്യാപ്പ് ദിവസം വരാം. നീ വണ്ടി തിരിക്കടാ. ഇതെന്താ സുബ്രഹ്മണ്യം ഇങ്ങനൊക്കെ പറഞ്ഞ? മറ്റുള്ളവരൊക്കെ അവിടെ കാത്തിരിക്കുക. അവർക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടാ കാത്തിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ താൻ ഒരു മുതലാളിയുടെ ഭാഷയിലാ സംസാരിക്കുന്നത്. ഞാനോ? എനിക്കത് ഇഷ്ടമല്ല. താൻ ആദ്യം പണിക്കാരോട് പെരുമാറാൻ പഠിക്ക്. തിരിക്കടാ വണ്ടി. അയ്യോ സുബ്രഹ്മണ്യ പോലെ. സുബ്രഹ്മണ്യ എന്ത്? സുബ്രഹ്മണ്യ. ഹലോ. അളിയ എന്തുണ്ട്? ഹലോ, വേണുവിളിനാ? വീട് പണി തുടങ്ങിയ പിന്നെ ആളെ പറ്റി ഒരു വിവരമില്ലല്ലോ. ഞാൻ വിളിച്ചതേ വരുന്ന ഞായറാഴ്ച എൻ്റെ വീടിൻ്റെ കട്ട്ലവപ്പാ. അപ്പോൾ അളിയനും പെങ്ങളും കൂടെ ഒന്ന് വരണം. അതിനെന്താ, തലേ ദിവസം തന്നെ വരാം. അല്ല അളിയ, ഇതുവരെ കട്ടളൊപ്പിക്കാരേ ആയുള്ളൂ. അതൊക്കെ വലിയൊരു കഥയാ അളിയാ. നേരിട്ട് കാണുമ്പോൾ പറയാം. എന്നാ ശരി, ഗിരിജോട് അന്വേഷിച്ച് പറയണോ? ഓക്കെ. അയ്യോ എന്തത്? ഹലോ ഹലോ. ഇതെന്താന്നൊരു ശബ്ദം കേൾക്കുന്നത്? ഇതിൻ്റെ ഉള്ളിൽ നിന്നാണോ? എന്തേലാവട്ടെ, വിട്. അതെ, ഇത്തിരി നേരം കൂടെ കഴിഞ്ഞാ രാഹു തുടങ്ങാറായി. രാഹു അത്ര ശരിയല്ല കേട്ടോ. രാഹു അല്ല ശരിയാവാത്തത്, ഈ പണിക്കാരാ. ഇവര് വന്നിട്ട് വേണം ഈ കട്ടിലൊന്ന് വെക്കാൻ. അതും ശരിയാ. ദേ ഒരു കാർ വരുന്നു. ഇത് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിലെ ആൾക്കാരല്ലേ? അവര് തന്നെ. ആ പെണ്ണുമ്പോഴാണ് പുതുതായിട്ട് വന്ന മാനേജർ. എല്ലാം പൂർത്തിയായി. മേഡം, ഇതാണ് മിസ്റ്റർ വേണു.
മിസ്റ്റർ വേണു, ഞങ്ങൾ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ് വരുന്നത്. ഓ, മനസ്സിലായി. മിസ്റ്റർ വേണു, വീട് പണിയാണെന്ന് പറഞ്ഞെടുത്ത ലോൺ ഇതുവരെ ഒരടവ് പോലും അടച്ചിട്ടില്ലല്ലോ. അറിയാം. ലോൺ അടച്ചു തീർക്കാൻ മാസങ്ങളോളം സാവകാശമുണ്ടായിരുന്നു. ഇതിപ്പോ തിരിച്ചടച്ചു തുടങ്ങേണ്ട മാസം തൊട്ട് 1 രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല. പലതവണ നോട്ടീസ് അയച്ചതും വീട്ടിൽ വരികയൊക്കെ ചെയ്തതാണ്. മിസ്റ്റർ വേണുവിന്റെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. ഇനിയൊരു റവന്യൂ റിക്കവറി അല്ലാതെ ബാങ്കിന് യാതൊരു മാർഗവുമില്ല. ആയിക്കോട്ടെ, റവന്യൂ റിക്കവറിയോ ഡിസ്കവറിയോ എന്താന്ന് വെച്ചാ പണ്ടറടങ്ങിക്കോ. നിങ്ങൾക്കറിയോ, ഗൾഫിലെ പണിയും കൂലിയും കളഞ്ഞ് 1 കൊല്ലമായി ഞാൻ ഈ വീടിന്റെ തറപ്പണി തുടങ്ങിയിട്ട്. പ്ലാൻ വരക്കുന്നത് മുതൽ കണ്ട നഗരസഭയിലും കണ്ട കുന്ത്രാടിലും ഒക്കെ കയറി ഇറങ്ങിയിട്ട് കൈക്കൂലിയും കള്ളും കൊടുത്തതിന്റെ കുറെ മാസങ്ങൾ തൊലഞ്ഞു. അതാണ് വലിയ കാര്യം എന്നാ ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോ അതിനേക്കാളും വലിയ പുലികളാ വേറെ കിടക്കുന്നത്. മിണ്ടിയാ കുറ്റം, നോക്കിയാ കുറ്റം. അവരുടെ തോന്നിയാസങ്ങൾ കണ്ട് കൈയും കെട്ടി ഓച്ചാനിച്ച് നിൽക്കണം. എന്റെ അമ്മോ, ലോകത്തിലെവിടെയും ഞാൻ ഇമാതിരി പണിക്കാരെ കണ്ടിട്ടില്ല. മാസങ്ങളോളം തട്ടിയും മുട്ടിയും ഇന്ന് കട്ടില വെക്കുന്ന ദിവസാ. ഇന്ന് അവന്മാർ പൊടി പോലും കാണാനില്ല. എനിക്ക് മടുത്തു, മതിയായി. നിങ്ങളൊക്കെ കൂടി എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്യും. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് വീടും വേണ്ട, ഒരു കൊട്ടാരവും വേണ്ട. ഞങ്ങൾക്കൊന്നും അറിയണ്ട. എടുത്ത ലോൺ തിരിച്ചടയ്ക്കുക. തൽക്കാലം ഞങ്ങളിപ്പോൾ പോകുന്നു. ആധുനികതയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ലോകത്തു നിന്നും നിഷ്കാസനം ചെയ്യപ്പെടുന്ന ഒരു സാധാരണക്കാരൻ്റെ വീടെന്ന സ്വപ്നം 4 ദിക്കുകൾ കൊണ്ടുള്ള ചുമരും ആകാശത്തിൻ്റെ മേൽക്കൂരയും തൻ്റെ ഉടുമുണ്ടും മാത്രമായി കൊണ്ടിരിക്കുന്നു.